ആണ്ടുവട്ടം 6-ാം വാരം തിങ്കൾ. തിരുവചനം. ഫരീസയർ വന്ന് അവനുമായി തർക്കിക്കുവാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. യേശുവിൻ്റെ കാലയളവിലും അടയാളങ്ങൾ പ്രവർത്തിച്ചവർക്ക് വലിയ മതിപ്പായിരുന്നു. തൻ്റെ വചനങ്ങൾ ജനം വിശ്വസിക്കുവാനും തൻ്റെ ദൈവികത്വം തെളിയിക്കുവാനും യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ അവ ഫലം കണ്ടില്ല. അത്ഭുതങ്ങൾ കണ്ടവർ വചനത്തിൽ വിശ്വസിച്ചില്ല, ദൈവപുത്രനിലും വിശ്വസിച്ചില്ല. വിജനപ്രദേശത്ത് അപ്പം തിന്നവർ വീണ്ടും അപ്പം കിട്ടുവാൻ ഓടി വന്നു. നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശു സംസാരിച്ചപ്പോൾ വന്നവരെല്ലാം തിരികെ പോയി. യോഹന്നാൻ്റെ സുവിശേഷം 6:44-ലും 65-ലും യേശു അറിയിക്കുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ, പിതാവിൽ നിന്ന് വരം ലഭിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കയില്ല. അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറം ആത്മീയമായ ഒരു ഉൾക്കാഴ്ച ലഭിച്ചവർക്കാണ് വിശ്വാസത്തിലേക്ക് വരുവാനുള്ള വഴി തുറക്കപ്പെടുന്നത്. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും ആ ഭാഗ്യം ലഭിച്ചു. യേശുവിനോടൊപ്പം നടന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. യേശുവിനോടൊപ്പം നടന്ന് ഹൃദയങ്ങൾ ജ്വലിച്ച് വിശ്വാസത്തിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ലഭിക്കുവാൻ നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം.